നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. യേശുക്രിസ്തുവിന്റെ പീഡാനുപസ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. രാവിലെ ദേവാലയങ്ങളിൽ പീഡാനുപസ്മരണ പുതുക്കി പ്രത്യേക പ്രാർത്ഥനകളും ആരാധനയും നടന്നു. വൈകിട്ട് കുരിശിന്റെ വഴിയും നഗരി കാണിക്കൽ പ്രദക്ഷിണവും നടക്കും. അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞെന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ നടന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുപസ്മരണ പുതുക്കി നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാപൂർവ്വം ചടങ്ങുകളിൽ പങ്കുചേർന്നത്. തീർത്ഥാടന കേന്ദ്രത്തിലെ അടിവാരം പള്ളിയിൽ നടന്ന അനുസ്മരണത്തിനും പ്രത്യേക ശുശ്രൂഷകൾക്കും തീർത്ഥാടനം കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരിമാരായ ഫാദർ ടോം പുള്ളോലിൽ, ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികരായി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. പീഡാനുഭവ വായന, കുരിശുവന്ദനം, പ്രദക്ഷിണം എന്നിവ ഭക്തിനിർഭരമായി നടന്നു. വൈകിട്ട് 3:30 പീഡാനുഭവ ചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടുകൂടി ഇടവകാതിർത്തിയിലൂടെ പ്രത്യേക പ്രദക്ഷിണം നടക്കും. ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും അനുബന്ധ പരിപാടികൾക്കും കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കുറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി എന്നിവരും വിവിധ ഭക്തസംഘടനകളും നേതൃത്വം നൽകും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി ചാർലി പോളിന്റെ പ്രചരണാർത്ഥം വട്ടേക്കാട് BJP ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും കൺവെൻഷനും സംഘടിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് PK സുരേഷ് അധ്യക്ഷനായി. BJP കൊടകര നോർത്ത് ഏരിയ പ്രസിഡന്റ് OB ബിബിൻ, ജില്ലാ സെക്രട്ടറി ആശ രാമദാസ്, പഞ്ചായത്ത് അംഗം ദിവ്യ ഷിജു, ഇൻചാർജ് NR രഞ്ജു തുടങ്ങിയവർ പ്രസംഗിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്നിപ്പം ഞങ്ങൾ 32 കോടി രൂപ 4 പഞ്ചായത്തിലും കൂടി അവിടെ വരവ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. അപ്പം അത് കേരളത്തിൽ ഒരു പഞ്ചായത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അത് ഞങ്ങൾക്ക് സാധിക്കും. നമ്മളുടെ ഈ പഞ്ചായത്തുകളിൽ മാത്രമല്ല, NDA മുന്നണി ഇനി ഇവിടെ വലപ്പാടിൽ ധനകാര്യ സ്ഥാപനത്തിന്റെ ചില്ലുവാതിൽ പൊളിച്ച് മോഷണത്തിന് ശ്രമിച്ച സ്റ്റേഷൻ റൌഡി പിടിയിൽ. ഇക്കഴിഞ്ഞ മാർച്ച് 14 എടമുട്ടത്തെ പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം നടത്തുന്നതിനായി അതിക്രമിച്ചു കയറി സ്ഥാപനത്തിന്റെ ചില്ലുവാതിൽ പൊളിച്ച് 15,000 രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലാണ് സ്റ്റേഷൻ റൌഡിയായ വലപ്പാട് വട്ടപ്പരത്തെ കരേപ്പറമ്പിൽ വീട്ടിൽ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന ജിതിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ CN എബിൻ, GSI സാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ മൻസൂർ, അബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,835 രൂപയും പവന് 1,16,680 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.